ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടേ കുറച്ച് പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പെരുമ്പാവൂർ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ ചെന്ന് നിന്ന് പറഞ്ഞു ഇതെന്തുതരം വിഡിത്തരമാന്നുള്ളതാണ് മനസ്സിലാവാത്തത്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ CD തപ്പി എങ്ങാണ്ട് പോയത് ഓർക്കുന്നുണ്ടോ? ലൈവ് ചാനലുകാർ ലൈവ് ഇട്ടോണ്ട് ഒരു വണ്ടി ഓടിച്ച് അവിടെ എത്തി കോയമ്പത്തൂർ എങ്ങാണ്ട് പോവാ ഇവിടുന്ന്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കും അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഇത് TV ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നിട്ട് പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ, എത്തി വാ CD എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സാധനം ഇത്. ഇവിടെ ഇപ്പൊ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പോലീസുകാർ പറഞ്ഞാൽ അവർ അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ മറ്റോ നോക്കുന്ന പോലെ ഒരു പോലീസുകാരനെ ആരെങ്കിലും നോക്കിയാൽ അവന് കാര്യം മനസ്സിലാകത്തില്ലേ? അവൻ അവിടെ എസ്കേപ്പ് ആകത്തില്ലേ? എല്ലാത്തിനും ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റവാളികളെല്ലാം പിന്നെ അവിടെ തന്നെ ഇരുന്നോളൂ, ഒളിത്താവത്തിൽ അവിടെ തന്നെ എന്തോ ഓപ്പറേഷൻ വേണേൽ ചെയ്തോട്ടവർ അവർ പിന്നെ അവിടെ അത് ചെയ്യൂ. എന്നിട്ട് അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെ വല്ല കുളവോ പുഴയാണെങ്കിൽ പോലും പാടാം. ബീച്ച്, ഒരു ബീച്ചിനെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയാണ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നതെങ്കിൽ പിന്നെ ബീച്ചുകൾ നടക്കുക. ഇതൊരു ബീച്ച് മാത്രമല്ല, അങ്ങനെ എന്ന് പറഞ്ഞ പോലെ അല്ല ഈ ഒരു ടൗണോ അല്ല കേരളത്തിലുള്ള മിക്ക പ്രദേശങ്ങളിലും എന്തും ചെയ്യാം. ഈ ടൈപ്പ് കച്ചവടം നടത്താനൊന്നും ഇന്ന സ്ഥലം വേണമെന്നൊന്നും ഇല്ല. അപ്പോഴാണ് ഒരുത്തരെ പിടിക്കേണ്ട ഒരു ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്നോ പിടിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവം പബ്ലിഷ് ചെയ്യുക. അതും ഓൺലൈൻ മീഡിയയിലെല്ലാം നിരന്ന് നിൽക്കുന്ന അത്രയും പോലീസുകാരെ അവിടെ വിളിച്ച് നിർത്തിയിട്ട് ഇത് പബ്ലിഷ് ചെയ്താൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവും? അത്രയും സമയം വേസ്റ്റ് ആക്കി അത്രയും മനുഷ്യരുടെ ആ മാനവേഴ്സ് വേസ്റ്റ് ആക്കുന്നതായി കാണുന്നത്. അവരോട് ഇനി ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അവിടെ അത്രയും പോലീസുകാർ വന്ന് നിന്നപ്പോഴേ ക്രിമിനൽ ആണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കഴിഞ്ഞവന്മാരെല്ലാം ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മളെപ്പോലൊന്നും അല്ല, നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. നമ്മൾ എന്ത് ഇത്ര ചിന്തിച്ചാണ് നടക്കുന്നത്? ഇവിടെ പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ അവർ വരുമോ, ഇതിവിടെ വെച്ചാൽ കാണുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂടുതലായിട്ട് ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്ത് പോലും ഇല്ല. അതേസമയം ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ഈ സംഭവം അറിയുമ്പോൾ ഇത് അവന്മാർ ഇതിനേക്കാൾ വേറെ ദൂരെ കണ്ടെന്ന് നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഓൾറെഡി വീഡിയോ വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞതൊന്നും കേട്ട് കാണത്തില്ല. പക്ഷേ വീഡിയോ ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവന്മാർ കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞു അവിടെ നോക്കി അത് കാണും, ശരിയെന്നാ. അവന്മാർ ഇതിൽ കൂടുതൽ സർവൈലൻസ് ഈ കെട്ടിടത്തിന്റെ മണ്ടക്കെങ്ങനെ കയറി വെച്ചിട്ടുണ്ടാവും നോക്കാനായിട്ട്, ഇവിടെ ആരും വരുന്നുണ്ടോ പോകുന്നത്. അതൊക്കെയാ കോമഡി. ഇങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പാടുണ്ടോ? ഇത് പോലീസാണോ ശരിക്കും? എനിക്ക് അറിയാൻ പറ്റും. പോലീസ് കള്ളന്മാരെക്കാൾ മണ്ടന്മാരാകുന്ന അവസ്ഥ വന്നാൽ കള്ളന്മാര് ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് അവരുടെ പരിപാടികളൊക്കെ ആയിട്ട് പോകത്തില്ലേ? ഒരു കള്ളനെ പിടിക്കാൻ വരുന്നത് ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഇതൊരുമാതിരി മറ്റേ ഒരു സംഭവം ശരി, ഒരു കേന്ദ്രമാണ് അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് പിടികിട്ടി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ സ്ഥലത്ത് വന്ന് ഇങ്ങനത്തെ പ്രകടനങ്ങൾ നടത്തുക, ഈ പ്ലാനുകൾ വിളിച്ചു പറയുക. ഈ പോലീസുകാരൻ അവിടെ നോക്കുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്രിമിനൽ എന്ന് പറഞ്ഞ ആളോ അല്ലെങ്കിൽ ഇല്ലീഗൽ പരിപാടി നടത്തുന്നവൻ ആരായാലും അവനും അത് തന്നെ കാണത്തില്ല. അവിടെ പോലീസുകാരൻ നിന്ന് നോക്കിയാൽ അത്രയല്ലേ ഉള്ളത്.